ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം പരീക്ഷയൊക്കെ എഴുതിയിട്ടിരിക്കുന്നവരുണ്ടാവും, പരീക്ഷ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും, പുതിയ അഡ്മിഷൻ എടുത്തവരൊക്കെ ഉണ്ടാവും അല്ലേ? നമുക്കിനി അടുത്ത എക്സാം വരുന്ന 2024 ഈ കൊല്ലമാണ്. ജൂണിലേക്കായിരിക്കും അല്ലേ എക്സാം? ജൂണിലേക്ക് എക്സാം വരുന്നു. സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? സോ അതിന് മുമ്പായിട്ട് ചെറിയൊരു ഔട്ട്ലൈൻ ആയിട്ട് തരാം. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കാണാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ടൈം ഉണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇപ്പൊ രണ്ട് കാറ്റഗറി ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നു. ഒന്ന് ഫ്രഷേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, മെയ് തന്നെ ചെയ്തല്ലേ, മെയ് ഒരു ജൂണാണ്. സോ മെയ് എക്സാം എഴുതുന്നു. മെയ് എക്സാമിലേക്ക് 2024 എഴുതാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങൾ ആണല്ലോ. ഓക്കെ, ഒരു കൂട്ടർ ആൾക്കാരെ ഇങ്ങനെയാണ് എന്താ മെയ്യിലേക്ക് എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആള്. ബാക്കി ആളുകളോ, നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ? റിസൾട്ട് വെയിറ്റ് ചെയ്ത് വെക്കുവാണ്. റിസൾട്ട് എന്നത്തേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഇരിക്കുക എന്നവരുണ്ട്. ഓക്കെ, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവര് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തു. ബട്ട് കാണേണ്ട ആൾക്കാരോ ഉറപ്പായിട്ടും 100% ഫെയിൽ ആകും എന്നുള്ളവരുണ്ടല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ പേപ്പർ 1 മാത്രം എഴുതി ബാക്കിയൊന്നും എഴുതിയിട്ടില്ല, പേപ്പർ 2 എഴുതി ബാക്കി 3 എഴുതി, 2 എഴുതിയിട്ടില്ല, പേപ്പർ 3 വരെ എഴുതി 4ാമത്തെ എഴുതിയില്ല, ഇങ്ങനെയുള്ളവർ ഉറപ്പായി ഫെയിൽ ആകും എന്ന് നമുക്കറിയാലോ. സോ ഇങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണണം. ഫ്രഷേഴ്സ് നിർബന്ധമായിട്ട് കാണണം, ബാക്കിയുള്ളവരും കാണണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എഴുതിയ വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഫെയിൽ ആകും, മേ ബി എ ചാൻസ്, ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 80 to 100% പോസിബിലിറ്റി നിങ്ങൾ വീഡിയോ കണ്ടോ. അതിന്റെ മുകളിലോട്ട് നിങ്ങൾ ജയിക്കും എന്ന് ഉറപ്പുള്ളതൊന്നും ഈ വീഡിയോ കാണണ്ട. നിങ്ങൾക്കുള്ളതല്ല ഇതാ, നിങ്ങൾക്കുള്ളത് പിന്നെ റിസൾട്ട് ഒന്നും കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഫൗണ്ടേഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവര് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എക്സാമിന് വേണ്ടി അല്ലെ. അപ്പൊ നമുക്കറിയാം പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 ഈ 4 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഈ 4 സബ്ജക്ട് ഇത് അക്കൗണ്ട്സ്, ലോയർ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ്, ജസ്റ്റ് പേര് മാറ്റി എന്നേ ഉള്ളൂ, എക്കണോമിക്സ്, ഈ 4 വിഷയങ്ങളാണുള്ളത്. നമ്മളുടെ പേപ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പേപ്പർ 1ഉം പേപ്പർ 3 ആണ്. ഏതാ നമ്മുടെ കോർ ഏരിയ എന്ന് വെച്ചാൽ എന്റെ കോർ ഏരിയ. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ള വിഷയം ഇത് രണ്ടുമാണ്. ഓക്കെ, പേപ്പർ 2 പേപ്പർ 4 കോമൺ ആയിട്ട് പരീക്ഷ ടിപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടൈമിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മള് എന്താണ്, നിങ്ങൾ ഈ ഹിൽസ്റ്റാർ സ്റ്റഡി ടിപ്സ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണേ? എന്തിനാണ്? നമ്മൾ ഇതിൽ യൂട്യൂബിൽ ചെറിയ കുറച്ച് എന്തെയും കുറച്ച് എന്ത് ചെയ്യും, കണ്ടന്റുകൾ, എന്ത് കണ്ടന്റുകൾ അഥവാ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. എന്താണ്? അപ്ലോഡ് ചെയ്യും. ആ ഇടുന്ന കണ്ടന്റ് നിങ്ങൾക്ക് എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങളുടെ മെയ് 2024 വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോസ് മെയ് 2024 എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ പുതിയൊരു സീരീസ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ സീരീസ്, ന്യൂ ബിഗിനിങ്, ന്യൂ ഇയർ അല്ലെ. പുതുവർഷത്തിൽ പുതിയ ആരംഭമായി നമ്മൾ വരികയാണ്. ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്സ്. നമ്മൾ ഇത്ര നാളും കുറെ ക്ലാസ്സസ് ഒക്കെ നടത്തി അല്ലെ. നമ്മൾ കണ്ടുണ്ടാവും നിങ്ങള് പേപ്പർ ഫ്രഷേഴ്സ് ജസ്റ്റ് ഞാനെടുത്ത് നോക്കിയാൽ നമ്മള് പേപ്പർ 2ന്റെ അകത്തുള്ള BCK എന്ന സബ്ജക്ട് നമുക്ക് ഈ ലാസ്റ്റ് എക്സാം ഡിസംബർ 8 തീരുമായിരുന്നു. സോ നമ്മളത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കുറെ ഫ്രീ ക്ലാസ്സസ് CA റിലേറ്റഡ് ആയിട്ടുണ്ട്. BCom റിലേറ്റഡ്, നിങ്ങൾ CA പ്ലസ് BCom ചെയ്യുന്നവരാണ്, CMA പ്ലസ് BCom ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് BComന്റെ ബാങ്ക് ഇൻഷുറൻസ് എന്ന പേപ്പർ ഓൾമോസ്റ്റ് 80% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20% വരിക അപ്ലോഡ് ചെയ്യാം. ഓക്കെ, കാരണം എല്ലാം കൂടി ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ഇതിനിടയ്ക്ക് പെയ്ഡ് വേർഷൻ കൂടി നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ വേർഷനിലേക്ക് എത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരുണ്ട്, അതായത് നമ്മുടെ ബാക്കി കോഴ്സസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ടൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താണ് കേട്ടോ. വാട്സപ്പ് ചെയ്താണ്, ഇത് വാട്സപ്പ് നമ്പറാണ്.
വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. 89 21 24 03 54. ഓക്കെ, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ട് നിങ്ങൾ അയക്കാനുള്ള കാരണം ഉണ്ടല്ലോ, റീസൺ ഇല്ലാതെ മെസ്സേജ് അയക്കില്ലല്ലോ. ആ റീസൺ എന്താണ് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഏരിയയിലോട്ട് കവർ ചെയ്യാം. നമുക്ക് പോവാം മക്കളെ. നമ്മുടെ ശ്രദ്ധിക്കേ. ഓക്കെ, നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നമ്മുടെ ഈ സൈറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല അറ്റാച്ച്മെന്റ് ആയിരിക്കണം. ഓക്കെ, ഐസിയുടെ സൈറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ വന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആണല്ലോ. അപ്പം ഇതെങ്ങനെ എടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റഡി മേറ്റിൽ അതായത് ന്യൂ സിലബസ് പ്രകാരമുള്ള സ്റ്റഡി ആണ്. ഇതിൽ ആദ്യമേ അക്കൗണ്ടൻസി നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു സബ്ജക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരു വീഡിയോ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്തോളം നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് പേപ്പർ 3യുടെ ആയിരുന്നു. കാരണം ഇതാണല്ലോ പേര് മാറ്റിയേക്കണേ. സോ പേപ്പർ 3 ആപ്റ്റിറ്റ്യൂഡ് അല്ലെ. പേപ്പർ 3 എന്ന് പറഞ്ഞ മക്കളെ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാത്സ് റിപ്പീറ്റേഴ്സിനോടാണ്. ഇനി അതല്ല നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ് മാത്തമാറ്റിക്സ് അവിടെ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല. ഇന്ത്യ ആൻഡ് ഡെറിവേറ്റീവ് അതാ ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്ട് തന്നെയാണ് നടക്കുന്നത്. അത് സബ്ജക്ട് ഒരു ചാപ്റ്റർ ആയിട്ട് ഇത് എഴുതിയിട്ടാണ് മാത്രമേ വ്യത്യാസമുള്ളൂ. ലോജിക് റീസണിംഗ് നേരത്തെ ഉണ്ടായിരുന്ന സെയിം ചാപ്റ്റേഴ്സ് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ, അതും അത് തന്നെയാണ്. നമുക്ക് പാർട്ട് ബിസിനസ് മാത്തമാറ്റിക്സ് ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ ഇൻവേഴ്സ് ലോഗരിതം ഫസ്റ്റ് ചാപ്റ്റർ, ഇക്വേഷൻ സെക്കൻഡ്, ലീനിയർ ഇക്വേഷൻ തേർഡ് ചാപ്റ്റർ, മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വേറെ ഒന്നുമില്ല, ഇതെന്ത് തന്നെയാണ്, ടൈം വാല്യൂ ഓഫ് മണി തന്നെയാണ്. ഇതിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, പേര് കൊടുത്ത മാറ്റി എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് പെർമുട്ടേഷൻ കോമ്പിനേഷൻ, അർത്ഥമാറ്റിക് ആൻഡ് ജോമെട്രി മീന്, സെറ്റ്സ്, ഇത്രേ ഉള്ളൂ. സെറ്റ്സ്, ഫങ്ഷൻ, ലിമിറ്റ്, കൺവെൻഷൻ, ഈ ഒരു സംഭവമാണ് ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, ഇത്ര പഠിച്ച ബിസിനസ് മാത്തമാറ്റിക്സ് ആയി. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ ഡെറിവേറ്റീവ് പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല, അത് തന്നെയാണ്. ഓക്കെ, ലോജിക് റീസണിംഗ് അകത്ത് നമ്പർ സീരീസ്, കോഡിങ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ടെസ്റ്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബെഡ് റിലേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. സെയിം ചാപ്റ്റേഴ്സ് തന്നെ, ഒരു വ്യത്യാസമില്ല. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ക്ലാസ്സസ് ആയിട്ട് ചെയ്യാവുന്നത്ര വീഡിയോസ് നമുക്ക് ചെയ്യാം. ഞാൻ ഉറപ്പ് പറയില്ല ഒത്തിരി ഫുൾ വിഷയം ഉണ്ടാവും, കാരണം നമ്മുടെ പെയ്ഡ് വെർഷനുമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണ്ടേ. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഇത്ര ചാപ്റ്റേഴ്സ് ആണെങ്കിലും പുതിയതായിട്ട് ചാപ്റ്റർ ഒന്നുമില്ല, സെയിം ചാപ്റ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. ഇത് ഇൻട്രൊഡക്ഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ് റെപ്രസെന്റ് സാമ്പിളിംഗ് സെയിം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഫോക്കസ് ചെയ്യുക. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയ നമ്മൾ അങ്ങനെ കവർ ചെയ്യാറില്ലാത്ത ഏരിയ കേട്ടോ. നമ്മൾ മാത്സ്, ലോജിക് റീസണിംഗ് ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാറുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം ബേസ്ഡ് ആയ ടിപ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് കോമൺലി. ഓക്കെ, പിന്നെ നമ്മുടെ പെയ്ഡ് വേർഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വേർഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇങ്ങോട്ട് യൂട്യൂബിലേക്ക് ഈ ഒരു വേർഷൻ വരാൻ ചാൻസ് മൊബൈലിൽ കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു മാത്സിന്റെ ഐഡിയ കിട്ടുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങളുടെ എക്സാമിനെ കുറിച്ച്, മെയ് 2024 എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, മക്കളെ താരം ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ്. പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും വലിയ ക്ലിയർ ആവേണ്ടത്. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ താരം ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക എന്നാൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ്, ക്ലിയർ റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഓഫീസ് നമ്പർ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് എനിക്ക് അറിയാവുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റിൽ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ വരുന്നതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടെൻഷൻസ് ഉണ്ടാവും. ഞാനിത് എങ്ങനെ പഠിച്ചു തുടങ്ങും, ഞാനിത് എങ്ങനെ പഠിച്ചു, ഓരോ കോച്ചിങ് സെന്റർ ക്ലാസ് തുടങ്ങി, ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല ഡൗട്ട്സ്, പല ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, സെൽഫ് സ്റ്റഡി നടത്തുന്നവരുണ്ടാവും. ഓക്കെ, സെൽഫ് സ്റ്റഡി ഒക്കെ നടത്തുന്നവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനാണ്, നമ്മള് ഹെൽപ്പ് ചേട്ടാ. നമ്മള് ക്ലാസ്സസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. പേപ്പർ 3യും പേപ്പർ 1 കേട്ടോ. സോ നിങ്ങളുടെ ഡൗട്ട്സുകൾ ഒക്കെ റിലേറ്റഡ് ആയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, യാതൊരു മടിയും ഓർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. പിന്നെ ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് ഗോ. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടു പാസ്സായവരാണ്. നിങ്ങൾക്ക് മാർക്ക് എത്രയാവട്ടെ, എത്ര പെർസെന്റേജ് ആയിക്കോട്ടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ CA ഫൗണ്ടേഷൻ എന്ന സബ്ജക്റ്റിലേക്ക് എടുത്തത് തന്നെ. സോ
നിങ്ങളുടെ സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ CA ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ 1 സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ സിയിലോട്ട് വരുന്നു എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ നമ്പർ 1 സക്സസ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തും നേരിടാൻ വരും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക. എന്തിനും ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക. ഒരു തവണ തോക്കുമ്പോഴൊക്കെ പേടിച്ച് നമ്മൾ പരീക്ഷ വിട്ട് മാറിപ്പോവാതെ നമ്മൾ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയി നമ്മൾ എത്രമാത്രം CA ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ എത്രമാത്രം ലൈഫ് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സോ നമ്മൾ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ CAയിലോട്ട് ഫോക്കസ് ചെയ്യുക. സോ നമുക്ക് കുറച്ചുകൂടി നന്നായി നമുക്ക് CA ക്രാക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും മക്കളെ. അപ്പൊ ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻട്രോ, നമ്മുടെ പുതിയൊരു ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു ബിഗിനിങ് ആയിട്ടുള്ള വീഡിയോ മാത്രമാണ് ഇത്. നമ്മുടെ ഇതിലൊന്നും ക്ലാസ് എടുത്തില്ലാത്തതിന്റെ കാരണം ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ എത്ര പേര് അവസാനം വരെ കാണും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മുടെ ചാനലിൽ മെയ് 2024 നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. സോ നമ്മള് സീരീസ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം മാക്സിമം തന്നെ എല്ലാ ട്രിക്സും മിക്ക ട്രിക്സും നമ്മൾ യൂട്യൂബിലാണെങ്കിൽപ്പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫ്രീ ക്ലാസ് ആണെങ്കിൽപ്പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ CA ഗ്രൂപ്പ് ഫൗണ്ടേഷന്റെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് താരം മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ എന്ത് ചെയ്യും, അഡ്മിൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. അപ്പൊ 4 മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ.